5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30,000 കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ച അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിന് 20,000 കോടിയുടെ അധിക നിക്ഷേപ പദ്ധതികളുടെ പ്രഖ്യാപനം കരൺ അദാനി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് നടത്തിയത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ വിവിധ പദ്ധതികൾക്കായി 30,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് MD കരൺ അദാനി. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടും. ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. In total, the Adani Group is going to invest 30,000 crores in the next 5 years in the state of Kerala. In the words of our chairman, Sri Gautam Adani, the infrastructure sector is all about building assets for the nation and nation building. Kerala is emerging as a model of development and progress, and we at Adani Group are honored to be part of this journey. ആഗോള വാണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഭാരതത്തെ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും. 2015 വിഴിഞ്ഞം പോർട്ടിന് നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനകം 5,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും 20,000 കോടി രൂപയുടെ അധികമായിട്ടാണ് നിക്ഷേപം നടത്തുന്നതെന്നും കരൺ അദാനി പറഞ്ഞു. Adani Group has already invested 5,000 crores in Virinjam Port and we are committing an additional investment of 20,000 crores. This is not only India's first transshipment hub, but our vision is to make Virinjam the largest transshipment port in this part of the region. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 24,000 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്ത്യയിൽ ആദ്യമായി വിഴിഞ്ഞത്തെത്തിയതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 55,000 കോടി രൂപയുടെ നിക്ഷേപത്തിലൂടെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി 4.5 ദശലക്ഷം യാത്രക്കാരിൽ നിന്നും 12 ദശലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ ലോജിസ്റ്റിക് ആൻഡ് ഇ-കൊമേഴ്സ്യൽ ഹബ്ബ് സ്ഥാപിക്കുമെന്നും കരൺ അദാനി പറഞ്ഞു. ജനം, കൊച്ചി.